എന്റെ പേഴ്സാ നിന്റെ അമ്മ മോഷ്ടിച്ചത്. 15 പവന്റെ സ്വർണമാ അതിലുണ്ടായിരുന്നത്. സൂപ്പർ മാർക്കറ്റിൽ വെച്ചാ ദാരിദ്ര്യം വന്ന മനുഷ്യന്മാർ ഇത്രയും തരം താഴുവോ? ഇതും ഇതിനപ്പുറവും താഴുമോളായി. അപ്പൊ നിങ്ങൾ രണ്ടാളും ആ ജയേഷും കൂടിയുള്ള ഒത്തുകളിയായിരുന്നു അല്ലേ? അതെ, ഒത്തുകളിയാ. ഞങ്ങൾ എല്ലാവരും ചേർന്നുള്ള ഒത്തുകളിയാ. മറ്റൊന്നിനുമല്ല. ഇന്ന് ഫംഗ്ഷന് എനിക്ക് വേണ്ടി നീ പാടണം. ഇല്ലെങ്കിൽ നിന്റെ അമ്മ ജയിലിൽ കിടക്കും. നീ ഇവിടെ വെച്ച് ഇപ്പൊ പാടാന്ന് സമ്മതിച്ചോ? ഈ നിമിഷം ഞാൻ ഈ കേസ് പിൻവലിക്കും. ഉറപ്പാ. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. നിനക്ക് നിന്റെ അമ്മയുടെ കുടുംബത്തിന്റെ അഭിമാനമാണോ വലുത്, അതോ നിന്റെ പിടിവാശിയോ? പറയേ. നിങ്ങൾ വാദിയും പ്രതിയും ഇവിടെ വെച്ച് കോംപ്രമൈസ് ആവുന്നെങ്കിൽ കേസ് ഞാൻ ഇവിടം കൊണ്ട് തീർക്കും. ഇല്ലെങ്കിലേ ഇനി താമസമില്ല. പ്രതിയെ നേരെ കോടതിയിൽ ഹാജരാക്കും. എവിഡൻസ് സഹിതമാ പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നേ. റിമാൻഡ് ഉറപ്പാ. എന്ത് വേണോന്ന് ഇരുകൂട്ടരും കൂടെ ഒന്ന് ആലോചിക്കും. കേട്ടല്ലോ. അപ്പൊ നിന്റെ തീരുമാനം എന്താ? വിസ്മയ്ക്ക് വേണ്ടി ഇന്ന് ഫംഗ്ഷനിൽ പാടാം. പറയ്. എന്റെ കയ്യിലടിച്ച് വാക്ക് പറയ്. ആദ്യേട്ടാ, എന്താ അമൃതേ? ശ്യാമ നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല, വിളിച്ചില്ല. എന്താ അമൃത എഴുതി? അല്ല, ഞങ്ങളവിടെ സംസാരിച്ച് നിൽക്കായിരുന്നു. ശ്യാമയ്ക്കൊരു കോള് വന്നു. സംസാരിച്ച് നിന്ന് അവള് പെട്ടെന്ന് വല്ലാതെ ടെൻഷനായി. എന്താ ഏതാന്നൊന്നും പറയാതെ നിന്നെ വിളിക്കാന്നും പറഞ്ഞ് ഇവിടുന്ന് പോയി. പിന്നെ ഞാൻ എല്ലായിടത്തും നോക്കി, അവളെ എവിടെങ്ങും കണ്ടില്ല. ഫോണിൽ ഞാൻ വിളിച്ചു നോക്കി, റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. അത് പിന്നെ പെട്ടെന്നെന്താ ഇപ്പൊ ഇങ്ങനെ? മാഡം, ഞാൻ പറയുന്ന കേക്ക്. എന്റെ അമ്മ അങ്ങനെയൊന്നും മോഷ്ടിക്കില്ല. ആ സംസ്കാരം അല്ല ഞങ്ങൾക്കുള്ളത്. ഒന്നുകിൽ ഇതൊക്കെ മനഃപൂർവ്വം, അല്ലെങ്കിൽ അമ്മയ്ക്കൊരു അബദ്ധം പറ്റിയതായിരിക്കും. നിനക്ക് നിന്റെ അമ്മയെ വിശ്വാസമായിരിക്കും, പക്ഷെ സത്യം അതല്ല. അങ്ങനെ ഒരു അവസരം ഒത്തുവന്നു, അവരതെല്ലാം അടിച്ചു മാറ്റി. ഭാഗ്യത്തിന് കൈയോടെ പിടിച്ചു. ദാ പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനും പോന്നു. ഞാനൊന്ന് ശ്യാമയെ വിളിച്ചോക്കട്ടെ. അയ്യോ, ശ്യാമ എന്നെ വിളിച്ചിട്ടുണ്ട്. കിട്ടാത്ത ഞാൻ തിരിച്ചു വിളിക്കട്ടെ. എന്റെ ഫോണിങ്ങിതാ. അടങ്ങി നിക്കടി. മേഡം, ഫോണിങ്ങിതാ.
സാറിനോട് ഞാൻ സംസാരിക്കട്ടെ? അഖിലല്ല ആനന്ദവർമ്മ വന്നാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പട്ടാപ്പകൽ സ്വർണ്ണമോഷണം കയ്യോടെ പിടിച്ചതാ. ദാ ഇപ്പൊ കോടതി, പിന്നെ നിന്റെ അമ്മ നേരെ സെൻട്രൽ ജയിലിലേക്ക്. മാഡം മാഡം എന്റെ ഫോൺ തരാനാ പറഞ്ഞേ. നിർബന്ധമാണെങ്കിൽ ഫോൺ ഞാൻ തരാം. പക്ഷേ ഞാൻ കേസ് പിൻവലിക്കില്ല. നിന്റെ അമ്മ ജയിലിലാവും. കുറഞ്ഞത് ഒരു 10-21 ദിവസം നിന്റെ അമ്മ ജയിലില് തല്ലും കൊതുക് കടിയും ഒക്കെ കൊണ്ട് അങ്ങനെ കിടക്കേണ്ടി വരും. അത് വേണോ ഫോൺ വേണോ? പിന്നെ ഞാനത്ര നിർബന്ധ ബുദ്ധി കാട്ടുന്നില്ല. കേസ് പിൻവലിക്കാം. പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്, അത് നീ സമ്മതിക്കണം. ആ ഫോൺ ഇങ്ങത്താ. തെറ്റ് ചെയ്തിട്ടില്ല. എന്റെ അമ്മ നിരപരാധിയാ. തെറ്റും ചെയ്തിട്ടില്ല. ദേഹത്തൊന്നും തൊടാൻ പാടില്ല. മാറി നിൽക്കാൻ ഇങ്ങോട്ട് മാറാൻ. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. സാർ സാർ എന്റെ അമ്മ നിരപരാധിയാ. അത് തീരുമാനിക്കേണ്ടത് നീയല്ല, കോടതിയാ. പിന്നെ അരുന്ധതി മേഡത്തിന് പരാതി ഇല്ലെങ്കിലോ തൽക്കാലം ഞാൻ കോടതിയിൽ ഹാജരാക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പരാതി പിൻവലിക്കാം. പക്ഷെ ചില കണ്ടീഷൻസ് സമ്മതിക്കേണ്ടി വരും. നിങ്ങൾ സംസാരിച്ച് കോംപ്രമൈസ് എത്തിയാലോ ഓക്കെ. കോടതി പ്രശ്നം നമുക്ക് നോക്കാം. നിന്റെ അമ്മ വയസ്സാം കാലത്ത് ജയിലിനകത്ത് കിടക്കണോ അതോ ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നോ? അത് പറയും. നിങ്ങളുടെ കണ്ടീഷൻ എന്താന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് വിസ്മയ്ക്ക് വേണ്ടി പാടണം. അപ്പം നിനക്ക് ബുദ്ധിയുണ്ട്. എന്നെ കൊണ്ട് പാടിക്കാനുള്ള ഡ്രാമയാ നിങ്ങളും ആ ജയേഷും കൂടി നടത്തുന്നതെന്ന് എനിക്കറിയാം. അതും കറക്റ്റാ. പക്ഷെ രക്ഷയില്ല മോളെ. ഈ വിസ്മയ്ക്ക് വേണ്ടി നീ ഇന്ന് പാടും. ഇല്ലെങ്കിൽ ദാ സമയമില്ല. എന്റെ ദൈവമേ, നിന്റെ അമ്മയുമായിട്ട് പോലീസ് ജീപ്പ് ദാ നേരെ കോടതിയിലേക്ക്. പിന്നെ നീ ജയേഷിന് അശ്വതിയുടെ കാര്യത്തില് കുറെ ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ സൈഡിൽ എനിക്ക് ഫുൾ സപ്പോർട്ടാ. നിന്റെ കുടുംബത്തിന്റെ അഭിമാനം, ചിലപ്പോ നിന്റെ അമ്മയുടെ ജീവൻ, അതെല്ലാം നിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാ. ഇപ്പൊ ഈ ആരോഗ്യത്തോടെ പോലീസ് ജീപ്പിൽ ജയിലിലേക്ക് പോകുന്ന നിന്റെ അമ്മ ആംബുലൻസിൽ കോടി പുതച്ച് അങ്ങ് നിന്റെ വീട്ടിലേക്ക് വരും. അതിനുള്ള ഇൻഫ്ലുവൻസും ക്യാഷും ഒക്കെ എനിക്കുണ്ടെന്ന് നിനക്ക് നന്നായിട്ടറിയാം. ദാ നിന്റെ അമ്മയെ നീ അവസാനമായിട്ട് ശരിക്കും കണ്ടോ? ഇനി ചിലപ്പോ നീ അവരെ ജീവനോട് കാണില്ല.
അമ്മ കോടതിയിൽ ഹാജരാക്കരുത്. ആ അപമാനം അമ്മ സഹിക്കില്ല. ചിലപ്പോ ഹൃദയം തകർന്ന്. വേണ്ട വേണ്ട, ഞാൻ പാടാം. എന്റെ ദൈവമേ, എന്റെ അമ്മ എനിക്ക് വലുത്. ഞാൻ പാടാം. വിസ്മയ്ക്ക് വേണ്ടി ഞാൻ പാടാം. അമ്മയെ കോടതി കൊണ്ടുവരുന്നെന്ന് പറയ. ഓക്കെ, സമ്മതിച്ചു. നിന്റെ അമ്മയെ കോടതിയിൽ ഹാജരാക്കുന്നില്ല. എസ് ഐ ജയേഷിനോട് ഞാൻ പറയാം. അച്ഛാ, ശ്യാമയുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഞാനും പലതവണ വിളിച്ചതാ, ഫോൺ സ്വിച്ച് ഓഫ്. ശ്യാമയ്ക്ക് എന്ത് പറ്റി? ഇങ്ങനെ ആരോടും പറയാതെ ശ്യാം ഇത് എവിടെ പോയതാ? എന്റെ ബലമായ സംശയം നരേന്ദ്രയുടെ മുകളിലെ എന്തോ പ്ലാനിങ് ആണെന്ന്. ഇല്ല, അവരുടെ വലയിൽ അവള് വീഴില്ല. അച്ഛന് വാക്ക് തന്നതല്ലേ? എന്നോടും സത്യം ചെയ്ത് പറഞ്ഞു. നീ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ വരാനേ വകയുള്ളൂ. ആ അരുന്ധതി വിജയത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. എന്തായാലും ഞാനും നരേന്ദ്രയെ വിളിച്ചു നോക്കാം. അവരെവിടെയാ, എന്താ പറയുന്നത് നോക്കാം. വർമ്മയാ, നിന്നെ കാണാത്തതിൽ എന്നെ സംശയിച്ച് വിളിക്കുന്നതാ. ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ബഹളം വച്ചാ അറിയല്ലോ. നിന്റെ അമ്മ എസ് ഐ ജയേഷിന്റെ കസ്റ്റഡിയിലാ. ആ വർമ്മ സാർ, ഞാനും മോളും ഒരു 5 മിനിറ്റ്. ഞങ്ങളിതേ വന്നോണ്ടിരിക്കുക. വിസ്മയും അരുന്ധതിയും മാത്രമാണോ അതോ? ഞാനും മോളും മാത്രമേ ഉള്ളൂ. കാറിലാ. എന്താ സർ? അല്ല, ശ്യാമയോ? എന്താ, അവിടെ ആരോടെങ്കിലും സംസാരിച്ചതാണോ? അതെ. അല്ല, അവിടെ സംസാരിച്ചതാണല്ലേ. ഞാൻ കരുതി എന്നോടാണെന്ന്. സോറി. പിന്നെ സാറ് ടെൻഷൻ ആവണ്ട, ഞങ്ങൾ വൈകില്ല. ഫംഗ്ഷൻ താമസിക്കില്ല. ഷുവർ സർ. ഓക്കെ, നേരിൽ കാണാം. എന്താ സാർ? അവരിങ്ങ് എത്താറായെന്ന്. അല്ല, സംസാരിച്ചിട്ട് അച്ഛൻ പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും സൂചന? നോർമൽ ടോണിലാ സംസാരിച്ചത്. പിന്നെ ശ്യാം ഇത് എവിടെ പോയതാ? ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. നീ ആരും കാണാതെ ഗസ്റ്റ് റൂമിൽ പോയിരുന്നോണം. പുറത്തിറങ്ങരുത്. കൃത്യസമയമാകുമ്പോൾ ഞാൻ വരും. ബാക്കി അവിടുത്തെ സിറ്റുവേഷൻസ് ഞാൻ അപ്പോൾ പറയാം.
മമ്മി പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? നിന്റെ അമ്മയും കൊണ്ട് പോലീസ് ജീപ്പ് കോടതിയിലേക്ക് തിരിച്ചതാ. നീയും കണ്ടതാണല്ലോ. ഞാൻ പറഞ്ഞിട്ടാ അവര് കോടതിയിൽ ഹാജരാക്കാത്ത. അല്ലെങ്കിൽ നിന്റെ അമ്മ ഇപ്പോ കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിന്നേനെ. ആ വർമ്മയെയോ അഖിലിനെയോ കാണുമ്പോ ഓവർ സ്മാർട്ട് കളിച്ച അവരോടിത് പറഞ്ഞ ഓർത്തോണം. നിന്റെ അമ്മ ഇപ്പൊ സെല്ലിലാ. എസ് ഐ ജയേഷിന് കണ്ണും മഞ്ഞളിക്കുന്ന രീതിയിൽ ഞാൻ ക്യാഷ് വാരി എറിഞ്ഞിട്ടുണ്ട്. പിന്നെ ജയേഷിന് നിന്നോടും അഖിലിനോടും നിന്റെ കുടുംബക്കാരോടും തീർത്താ തീരാത്ത പകയുണ്ട്. അതും നിനക്കറിയാലോ. നീ അനുസരണക്കേട് കാട്ടിയ എന്റെ കോള് ചെല്ലുന്ന ആ നിമിഷം നിന്റെ അമ്മയെ ജയേഷ് സെല്ലിൽ കെട്ടിത്തൂക്കും. അപ്പ ശ്യാമ മോള് നല്ല കുട്ടിയായിട്ട് ഞാൻ പറയുന്നത് അനുസരിക്കുമെന്നാ എന്റെ വിശ്വാസം. വിസ്മയ്ക്ക് വേണ്ടി നീ പാടിക്കഴിഞ്ഞ ആ നിമിഷം ഞാൻ ആ കേസ് പിൻവലിക്കും. ഞാനവരെ എന്റെ കാറില് നിന്റെ വീട്ടിലെത്തിക്കും. പിന്നെ നിന്റെ അമ്മയുടെ പേരില് ഒരു കേസും ഉണ്ടാവില്ല. അതല്ല, അതിബുദ്ധി കാട്ടി എന്റെ മോളെ ചതിക്കാൻ നീ ശ്രമിച്ച പിന്നെ ഞാൻ പൊറുക്കില്ല. പിന്നെ നീയും നിന്റെ ഭർത്താവും ഇവിടെ ബർത്ത്ഡേ ആഘോഷിക്കില്ല. നിന്റെ അമ്മയുടെ ബലികർമ്മ രണ്ടാളും നടത്താൻ പോകുന്നേ. എന്നാ നീ ചെല്ല്. ആരും കാണാതെ നേരെ ഗസ്റ്റ് റൂമിലേക്ക്. ഓക്കേ, പൊയ്ക്കോ. നിന്റെ അമ്മയുടെ ജീവനെ നിന്റെ കയ്യിലാണെന്നുള്ള ബോധത്തോടെ പൊയ്ക്കോ. മമ്മി, ഇവിടെ നമ്മളെ ചതിക്കൂ? ഇല്ല, അതിനുള്ള ധൈര്യം ഇനി ഇവൾക്കുണ്ടാവില്ല. എസ് ഐ ജയേഷേ ശരിക്കും എന്ത് റേഞ്ചാണെന്ന് ശ്യാമയ്ക്കറിയാം. എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട്. ടെൻഷന്റെ ആവശ്യമില്ല മോളെ. ശ്യാമയ്ക്ക് പാട്ടിനേക്കാൾ വലുത് അവളുടെ അമ്മയുടെ ജീവനാ.
അച്ഛനോട് സാറിനോട് സത്യം പറഞ്ഞാലോ?